ഒരിക്കൽ ഒരിടത്ത് ഒരു ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യൻ ജീവിച്ചിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തെ കാണാനായിട്ട് ഒരാൾ വന്നു. എന്നിട്ട് ഈ ബുദ്ധിമാനായ മനുഷ്യനോട് അയാൾ ചോദിച്ചു, താങ്കൾ അറിഞ്ഞിരുന്നോ, നിങ്ങളുടെ സുഹൃത്തിനെ പറ്റി ഞാനൊരു കാര്യം അറിഞ്ഞിരുന്നു. ഉടനെ തന്നെ ആ ബുദ്ധിമാനായ മനുഷ്യൻ അയാളുടെ സംസാരത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, താങ്കൾ ആ കാര്യം പറയുന്നതിന് മുന്നേ എനിക്ക് 3 ഫിൽട്ടർ ടെസ്റ്റുകൾ നടത്തണം. അപ്പോൾ അയാൾ ആശ്ചര്യത്തോടെ ചോദിച്ചു, 3 ഫിൽട്ടർ ടെസ്റ്റോ? എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതെ, 3 ഫിൽട്ടർ ടെസ്റ്റുകൾ. താങ്കൾ എന്താണോ എന്നോട് പറയാൻ വന്നത് ആ കാര്യം താങ്കൾക്ക് ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയതിന് ശേഷം മാത്രം പറയാം. ആ ബുദ്ധിമാനായ മനുഷ്യൻ തുടർന്നു, എനിക്ക് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം എന്നത്, താങ്കൾ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം യഥാർത്ഥത്തിൽ സത്യമായ കാര്യമാണോ? താങ്കൾക്ക് ആത്മധൈര്യത്തോടെ പറയാൻ കഴിയുമോ താങ്കൾ പറയാൻ പോകുന്ന കാര്യം പരിപൂർണമായിട്ടും സത്യമാണെന്ന്? അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല, ഇത് സത്യമാണോ എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. ഞാൻ ഈ കാര്യം ആരൊക്കെയോ പറയുന്നത് കേട്ടതാണ്. അപ്പോൾ ആ ബുദ്ധിമാനായ മനുഷ്യൻ പറഞ്ഞു, അപ്പോൾ താങ്കൾക്ക് ഉറപ്പില്ല അല്ലേ ഈ കാര്യം സത്യമാണോ അല്ലയോ എന്നുള്ളത്, അല്ലേ? എന്നാൽ ഇനി ഞാൻ രണ്ടാമത്തെ കാര്യം ചോദിക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, താങ്കൾ പറയാൻ പോകുന്ന കാര്യം ഒരു നല്ല കാര്യമാണോ? ഒരു നല്ല കാര്യമാണോ എൻ്റെ സുഹൃത്തിനെ പറ്റി പറയാൻ പോകുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, അല്ല, നല്ല കാര്യമല്ല. അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ വന്ന കാര്യമെന്ന് പറഞ്ഞ് അയാൾ വീണ്ടും സംസാരം തുടരാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ ബുദ്ധിമാനായ മനുഷ്യൻ സംസാരം തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അപ്പോൾ താങ്കൾ എന്നോട് പറയാൻ വന്ന കാര്യം സത്യമാണോ അല്ലയോ എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പില്ല. മാത്രമല്ല പറയാൻ വരുന്ന കാര്യം ഒരു നല്ല കാര്യവുമല്ല. എങ്കിൽ ശരി, എങ്കിൽ ഞാൻ അവസാനത്തെ ചോദ്യം കൂടി ചോദിക്കാം. അവസാനത്തെ ചോദ്യം എന്നത്, പറയാൻ വന്ന കാര്യം വല്ല ഗുണമുള്ള കാര്യമാണോ? ആ കാര്യം കൂടി നിങ്ങൾ പറയൂ. നിങ്ങൾ പറയാൻ വന്ന കാര്യം എനിക്ക് എന്തെങ്കിലും ഗുണമുള്ള കാര്യമാണോ അതോ അല്ലയോ? അപ്പോൾ അയാൾ മടിയോടെ പറഞ്ഞു, ഒരു പക്ഷേ അല്ലായിരിക്കാം. ശരി, എങ്കിൽ താങ്കൾ ഞാൻ പറയാൻ വന്ന കാര്യം ഒന്ന് കേൾക്കൂ. ഉടനെ ആ ബുദ്ധിമാനായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ പറയാൻ പോകുന്ന കാര്യം സത്യമാണോ എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല. അതുമല്ല, ഈ കാര്യം ഒരു നല്ല കാര്യവുമല്ല, എനിക്കൊരു പ്രയോജനവുമില്ലാത്ത ഒരു കാര്യം കൂടിയാണ്. പിന്നെ എന്തിനാണ് ആ കാര്യം താങ്കൾ എന്നോട് പറയുന്നതിൻ്റെ ആവശ്യകത? എന്തിനാ എന്നോട് ആ കാര്യം പറയുന്നത്? അയാൾ ആശ്ചര്യത്തോടെ ആ ബുദ്ധിമാനായ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി. അയാൾക്ക് ബുദ്ധിമാനായ മനുഷ്യൻ ചോദിച്ച അല്ലെങ്കിൽ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് മനസ്സിലായി. ഉടനെ തന്നെ അയാൾ പറയാൻ വന്ന കാര്യം പറയാതെ അവിടെ ഒന്ന് പോയി. നമുക്ക് നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുമല്ലേ? ആളുകൾ വെറുതെ ഒരു കാര്യവുമില്ലാത്ത കാര്യങ്ങളും ഗോസിപ്പുകളൊക്കെ പറഞ്ഞ് സമയം കളയുന്നത്. പക്ഷേ ഈ പറയുന്നവർ ഈ കാര്യം മനസ്സിലാക്കുന്നില്ല. അവർ മറ്റുള്ളവരെ പറ്റി ഗോസിപ്പുകൾ പറയുമ്പോൾ നഷ്ടമാകുന്നത് അവരുടെ സമയമാണെന്ന്. അതുമാത്രമല്ല, ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ബന്ധത്തെ തകർക്കുമെന്നും ഇത് പ്രശ്നമുണ്ടാക്കുന്നത് നമുക്ക് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിനും അതുപോലെ തന്നെ ലോകത്തിനെ മൊത്തം ബാധിക്കുന്ന കാര്യമാണ്. നമ്മുടെ ഇടയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും എല്ലാം നമ്മളിങ്ങനെ ചിന്തിക്കാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നതും ആ കാര്യങ്ങൾ കേൾക്കുന്നത് കൊണ്ടുമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. അതുകൊണ്ട് ഇതുപോലുള്ള തെറ്റായ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മറ്റുള്ളവരിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആ ബുദ്ധിമാനായ മനുഷ്യൻ ചെയ്തതുപോലെ 3 ഫിൽട്ടർ ടെസ്റ്റുകൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് പരത്തുന്നതിനും കേൾക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും പറയാൻ പോകുന്നതിന് മുന്നേയും അതുപോലെ കേൾക്കുന്ന കാര്യം സത്യമാണോ എന്നും നമ്മൾ പരിശോധിക്കണം. ഒട്ടുമിക്ക സംഘടനകളും ഉണ്ടാകുന്നത് ഈ തെറ്റിദ്ധാരണ മൂലമാണ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഈ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതോ റൂമറുകൾ അല്ലെങ്കിൽ കിംവദന്തി അല്ലെങ്കിൽ പരദൂഷണം പറഞ്ഞ് പരത്തുന്നതിലൂടെയാണ്. അതുകൊണ്ട് നമ്മൾ സത്യസന്ധരായി ഇരിക്കേണ്ടതും തെറ്റായ വിവരങ്ങൾ പറഞ്ഞ് പരത്താതെ ഇരിക്കുന്നതിലും നമ്മൾ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ചെയ്യുന്നതിലൂടെ ആളുകൾക്കിടയിൽ നമുക്ക് ഒരു വിശ്വസ്തത വർദ്ധിപ്പിക്കുകയും നമുക്ക് സമൂഹത്തിലൊരു വില കിട്ടുകയും ചെയ്യും. രണ്ടാമത്തെ ഫിൽട്ടർ എന്ന് പറയുന്നത് പറയുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന കാര്യം നല്ലതാണോ എന്നതാണ്. മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകുന്ന ഒരു ചീത്ത കാര്യവും നമ്മൾ പറയാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ ബന്ധങ്ങൾക്ക് വിള്ളലുണ്ടാക്കുന്ന കാര്യവും നമ്മൾ പറയാൻ പാടില്ല. നിങ്ങൾ ആരോടെങ്കിലും അങ്ങനെയുള്ള കാര്യം പറയാൻ പോകുന്നുവെങ്കിൽ അത് ഒഴിവാക്കണം.
നമ്മളെപ്പോഴും പോസിറ്റീവായതും നല്ലതുമായ കാര്യങ്ങൾ മാത്രം പറയുക. പോസിറ്റീവായ കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ മൂഡിനെ അല്ലെങ്കിൽ മനസ്സിനെ മാത്രമല്ല സന്തോഷപ്രദമായതും സൗഹൃദപരവുമായതുമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിനും കാരണമാക്കും. മൂന്നാമത്തെ ഫിൽട്ടർ എന്ന് പറയുന്നത് ഉപയോഗപ്രദമാണോ എന്ന് നോക്കലാണ്. നമ്മുടെ വാക്കുകൾ പോസിറ്റീവായതും നമുക്ക് മറ്റുള്ളവർക്കും പ്രയോജനം ചെയ്യുന്നതുമായിരിക്കണം. എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മൾ പറയാൻ പോകുന്ന കാര്യം മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്യുമോ എന്ന്. അങ്ങനെയല്ലെങ്കിൽ ആ പറയാൻ പോകുന്ന കാര്യം ഒഴിവാക്കുന്നതാണ് നല്ലത്. നല്ല പോസിറ്റീവായ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് എത്തുന്നത് വിവരത്തിൻ്റെ മൂല്യം കൂട്ടുകയും അതുപോലെ ക്ഷേമത്തിനും കാരണമാക്കും. വലിയ വലിയ മഹാന്മാരായ ആളുകൾ ഒരിക്കലും അവരുടെ സംസാരിക്കാനുള്ള ശക്തിയെയോ കേൾക്കാനുള്ള കഴിവോ ഒരിക്കലും അവർ ദുരുപയോഗം ചെയ്തിരുന്നില്ല. അവർ മറ്റുള്ളവരെ പറ്റി പരദൂഷണം പറഞ്ഞിരുന്നില്ല, വൃത്തികേട് പറയുകയോ കേൾക്കുകയോ ചെയ്തിരുന്നില്ല. അവരെന്തെങ്കിലും പറയുന്നതിനും കേൾക്കുന്നതിനും മുന്നേ നമ്മൾ നേരത്തെ പറഞ്ഞ 3 ഫിൽട്ടർ ടെസ്റ്റുകൾ നടത്തിയിരുന്നു. ഒരാളുടെ സംസാരം തീർച്ചയായും അയാളുടെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്നു, പേഴ്സണാലിറ്റിയെ. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ച് പ്രവർത്തിച്ചാൽ അത് നമ്മുടെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ വില ഉയർത്തുക മാത്രമല്ല, ലോകത്തിൽ വിള്ളലുകളില്ലാത്ത നിലനിൽക്കുന്ന ബന്ധങ്ങൾ ഉണ്ടാകുന്നതിനും എല്ലാവരിലും മനുഷ്യഗുണങ്ങളായ സ്നേഹവും കരുണയും ദയയും ഒക്കെ വളർത്തുന്നതിന് കാരണമാകും. മറ്റുള്ളവരോട് എങ്ങനെ അല്ലെങ്കിൽ എന്ത് സംസാരിക്കണമെന്ന് എന്ത് കേൾക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന വഴി കാട്ടുന്ന വിളക്കുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ 3 ഫിൽട്ടർ ടെസ്റ്റുകൾ.